ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഹസ്ബൻഡിൻ്റെ ശ്രദ്ധ കിട്ടാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം. നമ്മളെപ്പോഴും ഹസ്ബൻഡിനോട് പരാതി പറയുന്ന ഒരാളാണെങ്കിൽ അത് നിർത്തലാക്കുക. ഹസ്ബൻഡിനോട് സ്നേഹം കിട്ടാനായിട്ട് എപ്പോഴും പരാതി പറയുന്നത് ഒഴിവാക്കുക. വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. ആരുടെയും കുറ്റങ്ങൾ പറയാതിരിക്കുക. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തുക. ഒരു പരാതികളും പറയാതെ ഇരിക്കുക. അതുപോലെ തന്നെ ഹസ്ബൻഡിനെ റെസ്പെക്റ്റ് ചെയ്യുക. ഹസ്ബൻഡിനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് സ്ത്രീകൾ യൂസ് ചെയ്യുന്ന വാക്കാണ് നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നൊക്കെ. ഇതുപോലുള്ള നെഗറ്റീവ് വേർഡ്സ് ഒഴിവാക്കുക. നമ്മളെപ്പോഴും ബഹുമാനത്തോടു കൂടി പെരുമാറുക. ഹസ്ബൻഡ് നിങ്ങളോട് സ്നേഹം കാണിക്കാത്ത ആളാണെങ്കിലും റെസ്പെക്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക. മക്കളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. വിവാഹ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമയും ബുദ്ധിയും ഉണ്ടെങ്കിൽ എവിടെയും വിജയിക്കാം. ഒരു ഭാര്യയ്ക്ക് ആവശ്യം അവളെ ഭരിക്കുന്ന യജമാനനെയല്ല, മറിച്ച് അവളെ സ്നേഹിക്കുന്ന നല്ല ഒരു സ്നേഹിതനെ, അവളെ ബഹുമാനിക്കുന്ന ഒരു നല്ല സുഹൃത്തിനെ, അവളെ സ്നേഹിക്കുന്ന ഒരു നല്ല തുണയെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഹസ്ബൻഡ് നമ്മളോട് പെരുമാറാൻ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം, ഏഷണി എന്നിവ പറയുന്നത് ഒഴിവാക്കുക. നാം എപ്പോഴും പീസ്ഫുള്ളായി പെരുമാറുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാലും അവ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് ഇറിറ്റേറ്റ് ആവുകയാണെങ്കിൽ ആ കാര്യങ്ങൾ ബുക്കിലേക്ക് എഴുതിയ ശേഷം കീറിക്കളയുക. പുറത്തു നിൽക്കുന്ന ഹസ്ബൻഡ് ആണെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമുക്ക് ഫോൺ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കാവുന്നതാണ്. നമ്മളെപ്പോഴും നെഗറ്റീവ് കാര്യം മാത്രം പറയുന്നത് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പരസ്പരം ബഹുമാനിക്കുന്നത് ബന്ധങ്ങൾ നിലനിർത്താൻ വളരെ അനിവാര്യമാണ്. നമ്മൾ ഹസ്ബൻഡിനോട് ഒരിക്കലും ഇൻസൾട്ടായിട്ട് സംസാരിക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും പ്രൈവറ്റ് സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റാരുമായും ഡിസ്കസ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ പോലും. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രധാനപ്പെട്ട കാര്യം നടന്നാലും ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതിൽ പരിഗണന കൊടുക്കുകയും ചെയ്യുക. ഹസ്ബൻഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇമോഷൻസിനെ ഒക്കെ വാല്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നാം താങ്ക് യു പറയുക. ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ഫുഡ് റെഡിയാക്കി കൊടുക്കുക. ബർത്ത്ഡേ, ആനിവേഴ്സറി പോലുള്ള സ്പെഷ്യൽ ഡേയ്സിൽ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ റെഡിയാക്കി കൊടുക്കുക. അതുവഴി അവരുടെ ഇഷ്ടം നേടിയെടുക്കാനാവുന്നതാണ്. ഹസ്ബൻഡിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഒഫീഷ്യലോ മറ്റോ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. എല്ലാം ശരിയാകുമെന്ന് അവരോട് പറയുക. അവരെ സമാധാനപ്പെടുത്തുക. നമ്മുടെ എല്ലാവിധ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളും ഹസ്ബൻഡുമായി ഷെയർ ചെയ്യുക. ഡെയിലി ഒരു 10 മിനിറ്റ്സ് എങ്കിലും അതിനായി മാറ്റിവെക്കുക. എല്ലായിടത്തും നമ്മൾ ഹസ്ബൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മക്കളെയും അത് പറഞ്ഞ് മനസ്സിലാക്കുക. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തെ മുറുകെ പിടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.